കേരള 8/11/2023 നടത്തിയ ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ തസ്തികയിലേക്കുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 221/2023 ചോദ്യം 1. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയുക. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഇതിൽ ഏതാണ് എന്ന് തിരിച്ചറിയുക. അതിൻ്റെ ഉത്തരം സി ആണ്, 1 മാത്രം. അതായത് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ മാത്രം. ചോദ്യം 2. എക്കൽ മണ്ണിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തുക. ചോദ്യം 2. അതിൻ്റെ ഉത്തരം സി ആണ്, 1ഉം 3ഉം. ചോദ്യം 3. താഴെ പറയുന്നവയിൽ ഹിമാലയൻ നദികളെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം സി ആണ്, 2, 3. ചോദ്യം 4. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്തെ മഹാബലിപുരത്തെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ഉത്തരം ബി ആണ്, പഞ്ചരഥങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബി. ചോദ്യം 5. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഇന്ത്യയിൽ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് ഏത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നെഹ്റു പ്രസ്താവിച്ചത്? ചോദ്യം 5. അതിൻ്റെ ഉത്തരം സി ആണ്, ഫക്രാനങ്കൽ. ചോദ്യം 6. താഴെ പറയുന്ന ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടുവെന്ന് കണ്ടെത്തുക. ഉത്തരം ബി ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചോദ്യം 7. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം എ ആണ്, 1, 2. ചോദ്യം 8. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി ആണ്, 2 മാത്രം. ചോദ്യം 9. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾക്കുടിയിൽ നിന്നുത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന 1/4 നൂറ്റാണ്ടിന് മുൻപ് വറ്റി വരണ്ടു പോയതും ഒഴുക്ക് വീണ്ടെടുത്ത് പുനർജനിച്ചുകൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഡി ആണ്, കൊടുങ്ങരപ്പള്ളംപുഴ. ചോദ്യം 10. നവീന ശിലായുഗ കേന്ദ്രമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം സി ആണ്, കേരളം. ചോദ്യം 11. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം എ ആണ്, 1ഉം 2ഉം. ചോദ്യം 12. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൽ ചരിത്രങ്ങൾ. ഈ വരിയിലൂടെ അധസ്ഥിത വിഭാഗങ്ങളുടെ സാമൂഹിക പരിഷ്കാരത്തിന് ശ്രമിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം എ ആണ്, കുമാര ഗുരുദേവൻ. ചോദ്യം 13. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്ന് കണ്ടുപിടിക്കുക. ഉത്തരം ബി ആണ്, 3 മാത്രം. ചോദ്യം 14. ശരിയായത് കണ്ടെത്തുക. ഉത്തരം എ ആണ്, അൽ ഇസ്ലാം വൈക്കം മൗലവി. ചോദ്യം 15. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഇതിൽ ആരാണ്? ഉത്തരം ഡി ആണ്, വൈകുണ്ഠ സ്വാമികൾ. ചോദ്യം 16. ജൂനസ് 1 ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് കണ്ടുപിടിക്കുക. ഉത്തരം സി ആണ്, 1, 2. ചോദ്യം 17. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഏത് രാജ്യമാണ് ഒരു മത്സരത്തിൽ വൈറ്റ് കാർഡ് ആരംഭിച്ചത്? ചോദ്യം 17. ഉത്തരം സി ആണ്, പോർച്ചുഗൽ. ചോദ്യം 18. ഇവരിൽ ആരാണ് ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്? ചോദ്യം 18. ഉത്തരം ബി ആണ്, ദിൽമ റൂസഫ്. ചോദ്യം 19. 2022 സാഹിത്യത്തിനുള്ള നോവൽ സമ്മാനം നേടിയ ആനി എർണാക്സ് എത്രാമത്തെ നോവൽ നേടുന്ന ഫ്രാൻസിൽ നിന്നുള്ള എഴുത്തുകാരിയാണ്? ചോദ്യം 19. ഉത്തരം എ ആണ്, 16ാമത്തെ. ചോദ്യം 20. 2023 ഓസ്കാറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഡി ആണ്, 1, 3. ചോദ്യം 21. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എയർ ബ്ലോവറിൻ്റെ ആവശ്യകത എന്താണ്?
ഉത്തരം എ ആണ്, മൈക്രോ ഓർഗാനിസം വളർത്തുന്നതിന്. ചോദ്യം 22. ഒരു ജലവാതകം സീവേജ് കടലിലേക്ക് തള്ളുന്നതിന് കരയിൽ നിന്ന് മിനിമം എത്ര നോട്ടിക്കൽ മൈൽ ദൂരം ഉണ്ടായിരിക്കണം? ഉത്തരം ബി ആണ്, 4 നോട്ടിക്കൽ മൈൽ ദൂരം. ചോദ്യം 23. ഒരു കപ്പലിലെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് താഴെ പറയുന്നവയിൽ ആരുടെ സർട്ടിഫിക്കറ്റാണ് നിർബന്ധമായിട്ടുള്ളത്? ഉത്തരം ഡി ആണ്, ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി. ചോദ്യം 23, അതിൻ്റെ ഉത്തരം ഡി ആണ്, ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി. ചോദ്യം 24. ഒരു ഓയിലി വാട്ടർ സെപ്പറേറ്ററിൽ ഓയിൽ കണ്ടൻറ്റ് കൂടി അലാറം പ്രവർത്തിച്ചാൽ പ്രസ്തുത ഓയിൽ ഡിസ്ചാർജായി എവിടേക്കാണ് ചെന്നെത്തുന്നത്? ഉത്തരം സി ആണ്, ഇവയൊന്നും അല്ല. ചോദ്യം 25. ഒരു അടച്ചിട്ട അറയിലേക്ക് സുരക്ഷിതമായി കയറുന്നതിന് വേണ്ട ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ഉത്തരം ബി ആണ്, 20%. ചോദ്യം 26. താഴെ പറയുന്നവയിൽ ഒരു കപ്പലിലെ അടച്ചിട്ട കമ്പാർട്ട്മെൻറ്റിലെ ഓക്സിജൻ കുറയുന്നതിന് കാരണം എന്താണ്? ഉത്തരം സി ആണ്, റെസ്റ്റിംഗ്. ചോദ്യം 27. എങ്ങനെയാണ് ഒരു എഞ്ചിൻ്റെ സിലിണ്ടർ ലൈനർ കാലിബ്രേറ്റ് ചെയ്യുന്നത്? ചോദ്യം 27. ഉത്തരം ബി ആണ്, മൈക്രോമീറ്റർ ഉപയോഗിച്ച്. ചോദ്യം 28. ഡീസൽ ജനറേറ്ററിൽ ഏത് ടൈപ്പ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം 28. എ. ഉത്തരം 4 സ്ട്രോക്ക് എഞ്ചിൻ. ചോദ്യം 29. ഏതുതരം വാൽവാണ് എഞ്ചിൻ റൂമിലെ ബോയിലറിൽ സ്റ്റോപ്പ് വാൽവായി ഉപയോഗിക്കുന്നത്? ചോദ്യം 29. ഉത്തരം ഡി ആണ്, സ്ക്രൂവ്ഡ് ഡൗൺ നോൺ റിട്ടേൺ വാൽവ്. ചോദ്യം 30. എണ്ണകൾ ഓയിൽ മുഖേന ഉണ്ടാകുന്ന തീപിടുത്തം അണയ്ക്കാൻ ഉപയോഗിക്കുന്ന അഗ്നിശമനി ഏത്? ഉത്തരം സി ആണ്, മുകളിൽ പറഞ്ഞ രണ്ടും. ചോദ്യം 31. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ പരമാവധി തെർമൽ എഫിഷ്യൻസി എത്രയാണ്? ഉത്തരം ബി ആണ്, 50%. ചോദ്യം 32. ഏതുതരം പമ്പാണ് ഫ്യൂവൽ ഓയിൽ ട്രാൻസ്ഫർ പമ്പായി ഉപയോഗിക്കുന്നത്? ചോദ്യം 32. ഉത്തരം ഡി ആണ്, എയും ബിയും. ചോദ്യം 33. കപ്പലുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് സിസ്റ്റം ഏതാണ്? ഉത്തരം ബി ആണ്, ഇലക്ട്രോ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റം. ചോദ്യം 30. ടാക്ക് വെൽഡിംഗ് എന്നാൽ എന്താണ്? ചോദ്യം 34. ഉത്തരം ഡി ആണ്, ഫൈനൽ വെൽഡിങ്ങിനു മുൻപായി ട്ടുള്ള ടെമ്പററി വെൽഡിങ്ങിനെയാണ് ടാക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ചോദ്യം 35. ഏതുതരം പ്രൊപ്പല്ലറുകളാണ് കപ്പലുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത്? ഏതുതരം പ്രൊപ്പല്ലറുകളാണ് കപ്പലുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത്? ഉത്തരം എ ആണ്, ഫിക്സഡ് പിച്ച് പ്രൊപ്പല്ലർ. ചോദ്യം 36. ഒരു റഡ്ഡർ സ്റ്റോക്ക് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒരു റഡ്ഡർ സ്റ്റോക്ക് നിർമ്മിച്ചിരിക്കുന്നത് സി ആണ്, ഫോർജ്ഡ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചോദ്യം 37. ഒരു കപ്പലിനെ ഡ്രൈ ഡോക്ക് ചെയ്യുന്നതിൻ്റെ പീരീഡ് എത്രയാണ്? ഒരു കപ്പലിനെ ഡ്രൈ ഡോക്ക് ചെയ്യുന്നതിൻ്റെ പീരീഡ്? ഉത്തരം 2.5 വർഷം കൂടുമ്പോൾ. സി ആണ് അതിൻ്റെ ഉത്തരം. ചോദ്യം 38. ഒരു ജലവാഹനത്തിലേക്ക് ബങ്കറിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി തുറക്കേണ്ട വാൽവ് ഏതാണ്? ഉത്തരം ബി ആണ്, ബങ്കർ മാനിഫോൾഡിൻ്റെ മെയിൻ വാൽവ്. ചോദ്യം 39. കേന്ദ്ര ഗവൺമെൻറ് പുതിയ ഇൻലാൻഡ് വെസൽ ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ ഇൻലാൻഡ് വെസൽ ആക്ട് നിലവിൽ വന്നതിൻ്റെ വർഷം? ഉത്തരം സി ആണ്, 2021. ചോദ്യം 40. ഒരു അടച്ചിട്ട മുറിയിൽ വെൽഡിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് മുതലായവ തുടങ്ങുന്നതിന് മുൻപായി അടിയന്തരമായി പരിശോധിക്കേണ്ട വാതകങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഡി ആണ്, ഓക്സിജൻ, മീഥൈൽ, കാർബൺ മോണോക്സൈഡ്. ചോദ്യം 41. ഒരു പുതിയ ഇൻലാൻഡ് വെസൽ ആക്ട് പ്രകാരം കോമ്പിറ്റൻ്റ് അതോറിറ്റി ആരാണ്? ചോദ്യം 41. ഉത്തരം ബി ആണ്, ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ. ചോദ്യം 42. കേരളത്തിൽ കൂടി കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? കേരളത്തിൽ കൂടി കടന്നുപോകുന്ന ദേശീയ ജലപാത? ഉത്തരം എ ആണ്, NW3. കേരളത്തിൽ കൂടി കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് NW3. ചോദ്യം 43. താഴെ പറയുന്നവയിൽ ഇൻലാൻഡ് വെസലിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി ആണ്, ഉരു. ചോദ്യം 44. പുതിയ ഇൻലാൻഡ് വെസൽ ആക്ട് പ്രകാരം സോൺ 1-ൽ പരമാവധി വേവ് ഹൈറ്റ് എത്ര വരെയാകാം? ഉത്തരം എ ആണ്, 2 മീറ്റർ.
ചോദ്യം 45. താഴെ പറയുന്നവയിൽ ഉൾനാടൻ ജലാശയത്തിൽ പെടാത്തവ ഏത്? ഉത്തരം ഡി ആണ്, കടൽ. ചോദ്യം 46. താഴെ പറയുന്നവയിൽ എഞ്ചിൻ റൂമിൽ സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിന് അത്യാവശ്യമല്ലാത്തത് ഏത്? ചോദ്യം 46. ഉത്തരം ബി ആണ്, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ. ചോദ്യം 47. എന്തെല്ലാം തരം ലൂബ്രിക്കേഷനുകളാണ് എഞ്ചിനിൽ ഉപയോഗിക്കുന്നത്? ചോദ്യം 47. ഉത്തരം ഡി ആണ്, എയും ബിയും. ചോദ്യം 48. മറൈൻ പൊല്യൂഷൻ ആക്ട് പ്രകാരം ഗാർബേജ് എന്നാൽ എന്താണ്? ചോദ്യം 48. ഉത്തരം സി ആണ്, ഫുഡ്, പേപ്പർ, വുഡ് വേസ്റ്റ്. ചോദ്യം 49. ഇവയിൽ ഏതാണ് നിലവിൽ പൊതുവായി ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ? ചോദ്യം 49. ഉത്തരം ഡി ആണ്, ഇവയെല്ലാം. ചോദ്യം 50. ആരാണ് എഞ്ചിൻ റൂമിൻ്റെ തലവൻ? ഉത്തരം സി ആണ്, ചീഫ് എഞ്ചിനീയർ. ചോദ്യം 51. ഡൈഡ്രോക്കിംഗ് സമയത്ത് UT ടെസ്റ്റിംഗ് നടത്തുന്നത് രാഷ് അളക്കാനാണ്. ചോദ്യം 51. ഉത്തരം ബി ആണ്, പ്ലേറ്റുകളുടെ കനം. ചോദ്യം 52. താഴെ പറയുന്നവയിൽ ഡൈഡോക്കിൽ മാത്രം നീക്കം ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? ഉത്തരം സി ആണ്, ഹള്ളിലെ ഡ്രെയിൻ ഫ്ലഗുകൾ. ചോദ്യം 53. ഹള്ളിൻ്റെ ജലനിരപ്പ് താഴെയുള്ള സ്ഥലങ്ങളിൽ മറൈൻ ഫൗളിംഗ് തടയുന്നതിന് ഏത് ഉപകരണമാണ്? ചോദ്യം 53. ഉത്തരം ബി ആണ്, ആൻറ്റി ഫൗളിംഗ് പെയിൻറ്റ്. ചോദ്യം 54. ഒരു യാനം ഡൈഡോക്കിലായിരിക്കുമ്പോൾ ഇനി പറയുന്നവയിൽ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്? ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 55. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഡൈഡോക്കിൽ സർവേ ചെയ്യുന്നത്? ചോദ്യം 55. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 56. AC കറൻറ്റിൻ്റെ രൂപം എന്താണ്? AC കറൻറ്റിൻ്റെ രൂപം. ഉത്തരം സി ആണ്, സൈൻ വേവ്. ചോദ്യം 57. പവർ ഫാക്ടർ എന്തിൻ്റെ അനുപാതമാകുന്നു? ചോദ്യം 57. ഉത്തരം എ ആണ്, കിലോവാട്ട്സ് ആംപിയർ. ചോദ്യം 58. ആംപിയർ അളക്കുന്നതിന് അമ്മീറ്റർ ബന്ധിപ്പിക്കേണ്ട വിധം എന്താണ്? ചോദ്യം 58. ഉത്തരം ബി ആണ്, ഉപകരണങ്ങൾക്ക് സീരീസ് ആയിട്ടാണ് ഇത് ബന്ധിപ്പിക്കേണ്ടത്. ചോദ്യം 59. AC മോട്ടോറും DC മോട്ടോറും തമ്മിൽ പ്രധാനമായും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്? ചോദ്യം 59. ഉത്തരം ഡി ആണ്, സ്പ്ലിറ്റ് വളയങ്ങൾ. ചോദ്യം 60. മെഗർ എന്ത് അളക്കാൻ ഉപയോഗിക്കുന്നു? മെഗർ എന്താണ് അളക്കാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം സി ആണ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ചോദ്യം 61. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് സ്വിച്ചിങ് ഉപകരണം? ഇനി പറയുന്നവയിൽ ഏതാണ് സ്വിച്ചിങ് ഉപകരണം? ഉത്തരം ബി ആണ്, ട്രാൻസിസ്റ്റർ. ചോദ്യം 62. ബാറ്ററിയുടെ ഗുണം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം എ ആണ്, ഹൈഡ്രോമീറ്റർ. ചോദ്യം 63. HRC ഫ്യൂസുകൾ ഇവയിൽ ഏതാകുന്നു? HRC ഫ്യൂസുകൾ. ചോദ്യം 63. ഉത്തരം ഡി ആണ്, ഹൈ റെജിസ്റ്ററിംഗ് കപ്പാസിറ്റി ഫ്യൂസ്. ചോദ്യം 64. ജനറേറ്ററിൻ്റെ വോൾട്ടേജ് നിയന്ത്രിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം 64. ഉത്തരം സി ആണ്, AVR. ചോദ്യം 65. ഒരു AC ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി ക്രമീകരിക്കുന്നത് ഇവയിൽ ഏതാണ്? ഒരു AC ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി ക്രമീകരിക്കുന്നത് ഇവയിൽ ഏതാണ്? ചോദ്യം 65. ഉത്തരം സി ആണ്, എൻജിൻ ഗവർണർ. ചോദ്യം 66. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരൻ ഉപയോഗിക്കേണ്ട സുരക്ഷാ സംരക്ഷണ ഉപകരണങ്ങൾ എന്തൊക്കെ? ചോദ്യം 66. ഉത്തരം സി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 67. ഇലക്ട്രിക് സർക്യൂട്ടിലെ ACBയുടെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം ഡി ആണ്, എയർ സർക്യൂട്ട് ബ്രേക്കർ. ചോദ്യം 68. ഇനി പറയുന്നവയിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? ഉത്തരം ഡി ആണ്, മരം. ഇനി പറയുന്നവയിൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ മരം, ഡി ആണ് ഉത്തരം. ചോദ്യം 69. ഒരു സർക്യൂട്ടറിൽ രണ്ട് റെസിസ്റ്റൻസ് സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ വോൾട്ടേജ് ഡാഷ് ആയിരിക്കും. ഉത്തരം എ ആണ്, രണ്ട് റെസിസ്റ്റൻസിലും ഒരുപോലെ ആയിരിക്കും.
ചോദ്യം 70. 24 വോൾട്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് 2 12 വോൾട്ട് ബാറ്ററികൾ എങ്ങനെ ബന്ധിപ്പിക്കണം? ചോദ്യം 70. ഉത്തരം എ ആണ്, സീരീസ് ആയിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. ചോദ്യം 71. നിങ്ങൾ ഒരു തീ കണ്ടുപിടിച്ച ആദ്യ വ്യക്തി എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു തീ കണ്ടുപിടിച്ച ആദ്യ വ്യക്തി എങ്കിൽ എന്ത് ചെയ്യണം? ചോദ്യം 71. ഉത്തരം ഡി ആണ്, തീ അലാറം മുഴക്കുക. ചോദ്യം 72. ഇലക്ട്രിക്കൽ മോട്ടോറിന് തീ പിടിച്ചാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം സി ആണ്, അലാറം മുഴക്കുക, മോട്ടോർ നിർത്തുക, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിക്കുക. ചോദ്യം 73. ക്ലാസ് എ ഏത് തരം ഫയറാണ്? ക്ലാസ് എ ഏത് തരം ഫയറാണ്? ചോദ്യം 73. ഉത്തരം ഡി ആണ്, മരം, കടലാസ് മുതലായവ. ചോദ്യം 74. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്ന തീ കെടുത്തുന്നതിന് ഏത് തരം അഗ്നിശമന ഉപകരണം ഉപയോഗിക്കണം? ചോദ്യം 74. ഉത്തരം എ ആണ്, കാർബൺ ഡയോക്സൈഡ്. ചോദ്യം 75. പോർട്ടബിൾ അഗ്നിശമന ഉപകരണത്തിലെ ABC എന്ന അക്ഷരങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ചോദ്യം 75. ഉത്തരം സി ആണ്, ഏതൊക്കെ തരം തീ അതുകൊണ്ട് അണയ്ക്കുവാൻ സാധിക്കും എന്നുള്ളത്. ചോദ്യം 76. സ്പോണ്ടേനിയസ് ജ്വലനം എന്ന പദത്താൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്പോണ്ടേനിയസ് ജ്വലനം. ചോദ്യം 76. ഉത്തരം സി ആണ്, പദാർത്ഥത്തിന് ബാഹ്യ ഉറവിടത്തിൻ്റെ സഹായമില്ലാതെ തീ പിടിക്കാൻ കഴിയുന്നു. ചോദ്യം 77. വർക്ക് സൈറ്റിൽ തീപിടുത്തം കണ്ടെത്തിയ ശേഷം ഫയർ അലാറം മുഴക്കാൻ ആർക്കാണ് അധികാരം? ചോദ്യം 77. ഉത്തരം ബി ആണ്, തീ കണ്ട ആർക്കും ഫയർ അലാറം മുഴക്കാം. ചോദ്യം 78. വ്യക്തികൾ കൂട്ടമായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അവർ ഏത് പൊസിഷനിലാണ് കിടക്കേണ്ടത്? ചോദ്യം 78. ഉത്തരം ബി ആണ്, ഹഡിൽ പൊസിഷൻ. ചോദ്യം 79. തീ അലാറം കേട്ടാൽ എങ്ങോട്ട് പോകണം? തീ അലാറം കേട്ടാൽ എങ്ങോട്ട് പോകണം? ഉത്തരം സി ആണ്, മസ്റ്റർ സ്റ്റേഷനിലേക്ക് പോവുക. ചോദ്യം 80. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഇമേർഷ്യൽ സ്യൂട്ട് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേത്? ചോദ്യം 80. ഉത്തരം സി ആണ്, തണുപ്പിൽ നിന്നും പ്രതിരോധം. ചോദ്യം 81. ഒരു വാച്ച് കീപ്പറിന് വേണ്ട ഗുണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഒരു വാച്ച് കീപ്പറിന് വേണ്ട ഗുണങ്ങൾ. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 82. എഞ്ചിൻ റൂം ലോഗ് ബുക്കിൽ എഴുതേണ്ട ഘടകങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 83. താഴെ പറയുന്നവയിൽ ഏതാണ് എഞ്ചിൻ റൂം ലോഗ് ബുക്കിൽ എഴുതുവാൻ ആവശ്യമില്ലാത്തത്? ചോദ്യം 83. ഉത്തരം സി ആണ്, യാനത്തിൻ്റെയും ഗതിയുടെയും സ്ഥാനം. ചോദ്യം 84. എഞ്ചിൻ റൂം വാച്ച് ഡ്യൂട്ടിയിൽ താഴെ പറയുന്ന ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം? ചോദ്യം 84. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 85. എഞ്ചിൻ റൂം ബിൽജുകൾ എങ്ങനെ ബന്ധിപ്പിക്കണം? എഞ്ചിൻ റൂം ബിൽജുകൾ എങ്ങനെ ബന്ധിപ്പിക്കണം? അതിൻ്റെ ഉത്തരം എ ആണ്, ക്ലീൻ ചെയ്ത് പെയിൻറ് ചെയ്യുക. ചോദ്യം 86. ലൂബ് ഓയിൽ സിസ്റ്റത്തിന് വേണ്ട പരിശോധനകൾ എന്തൊക്കെയാണ്? ലൂബ് ഓയിൽ സിസ്റ്റത്തിന് വേണ്ട പരിശോധനകൾ. ചോദ്യം 86. ഉത്തരം ഡി ആണ്, ലൂബ് ഓയിൽ, ചോർച്ചയും മർദ്ദവും. ചോദ്യം 86. മെഷീനറിയുടെ ആനുകാലിക പീരിയോഡിക് അറ്റകുറ്റപ്പണികൾക്കായി തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം എന്തൊക്കെയാണ്? ചോദ്യം 87. ഉത്തരം സി ആണ്, റണ്ണിംഗ് ഹവർ, പ്രവർത്തന ദൈർഘ്യം. ചോദ്യം 88. താഴെ പറയുന്നവയിൽ ഒന്ന് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഭാഗമല്ല. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഭാഗം അല്ല. ചോദ്യം 88. ഉത്തരം സി ആണ്, പിസ്റ്റണും കണക്റ്റിംഗ് റോഡും. ചോദ്യം 89. റഡർ ഡ്രോപ്പ് അളക്കുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. റഡർ ഡ്രോപ്പ് അളക്കുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഉത്തരം എ ആണ്, ട്രമ്മൽ ഗേജ്. ചോദ്യം 80. ഒരു ഡീസൽ എഞ്ചിൻ റോക്കർ ആർമിൻ്റെയും വാൽവ് സ്ട്രെയിമിൻ്റെ മുകൾ ഭാഗവും തമ്മിലുള്ള പ്രധാന ചെറിയ വിടവാണ് ഡാഷ്. ചോദ്യം 90. ബി ആണ് അതിൻ്റെ ഉത്തരം.
ടാപ്ലേറ്റ് ക്ലിയറൻസ്. ചോദ്യം 91. 4 സ്ട്രോക്ക് ഡീസൽ എൻജിൻ ക്യാംഷാഫ്റ്റിൻ്റെ ഓരോ ഭ്രമണത്തിനനുപാതികമായ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? ചോദ്യം 81. ഉത്തരം ബി ആണ്, 2 തവണ. ചോദ്യം 92. ഒരു എഞ്ചിൻ്റെ ഓരോ സിലിണ്ടറിലും ഡീസൽ ഇഞ്ചക്ഷൻ സംഭവിക്കുന്ന ക്രമത്തെ ഡാഷ് എന്നാണ് പറയുന്നത്. ചോദ്യം 92. ഉത്തരം ബി ആണ്, ഫയറിംഗ് ഓർഡർ. ചോദ്യം 93. ഒരു എഞ്ചിൻ്റെ RPM നിയന്ത്രിക്കുന്നത് എന്താണ്? ഉത്തരം സി ആണ്, ഗവർണർ. ചോദ്യം 94. ഒരു ഇൻലൈൻ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ എത്ര മൈൽ ബെയറിംഗ് ഉണ്ടാകും? ചോദ്യം 94. ഉത്തരം സി ആണ്, 7. ചോദ്യം 95. ഡീസൽ എഞ്ചിൻ്റെ ഒരു ക്യാമിൻ്റെ രൂപം വാൽവുകളുടെ ഡാഷിനെ നിയന്ത്രിക്കുന്നു. ചോദ്യം 95. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 96. സ്റ്റേൺ ട്യൂബ് സ്റ്റഫിംഗ് ബോക്സിലൂടെ വെള്ളം കടത്തിവിടുന്നത് എന്തിനാണ്? ചോദ്യം 96. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം 97. ഒരു ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ കത്തുന്നത് എങ്ങനെയാണ്? ഒരു ഡീസൽ എഞ്ചിനിൽ ഫ്യൂവൽ കത്തുന്നത് എങ്ങനെയാണ്? ചോദ്യം 97. ബി ആണ് അതിൻ്റെ ഉത്തരം, കംപ്രഷൻ കൊണ്ടുണ്ടാകുന്ന ഉയർന്ന താപനില. ചോദ്യം 98. ചുവടെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഒരു കപ്പലിൻ്റെ ഹൾ സൈഡിൽ കാണുന്ന അടയാളം തിരിച്ചറിയുക. ചോദ്യം 98. ഉത്തരം എ ആണ്, ലോഡ് ലൈൻ മാർക്കിംഗ്. ചോദ്യം 99. SOLASൻ്റെ പൂർണ്ണമായ രൂപം എന്താണ്? എ സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ, സി സെക്യൂർ ആൻഡ് ലൈഫ് അറ്റ് സീ. ചോദ്യം 99. അതിൻ്റെ ഉത്തരം എ ആണ്, സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ എന്നതാണ് ഇതിൻ്റെ ഉത്തരം, സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ. ചോദ്യം 100. ടർബോ ചാർജർ പ്രവർത്തിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം സി ആണ്, എക്സോസ്റ്റ് ഗ്ലാസ്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.